ഹലോ, അങ്ങനെ 500 രൂപ പോയതിൻ്റെ സങ്കടത്തിൽ ചുമ്മാ അതിവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുമായിരുന്നു. ഒരു ബിരിയാണി കഴിക്കേണ്ട കാശാണ് ഞാൻ പോയത്. അങ്ങനെ ഇങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ ഞാൻ റെഡിയല്ലായിരുന്നു. ഇന്ന് ഫുഡ് അടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നൊരു വാശിപ്പുറത്ത് നേരെ നോക്കിയതേ നമ്മുടെ ഗണപതി ബപ്പയുടെ ഫേസിലേക്കാണ്. അപ്പോൾ നമ്മുടെ തീരുമാനം ശരിയാണ് എന്നാണ് പുള്ളിയും പറയുന്നത്. സോ വിനായക ചതുർത്ഥിയുടെ ആഘോഷം കാരണം ബ്ലോക്ക് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് മലയാളിക്കടയിൽ എത്തണം. അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണതേ ഒരു പെറ്റ് ഡോഗും 2 പെറ്റ് പാരൻസും എത്ര ഡീസൻ്റ് ആയിട്ടാണ് അവിടെ ജ്യൂസ് കുടിക്കുന്നത്. അവൻ എത്ര സൈലൻ്റ് ആയിട്ട് അടങ്ങി ഒതുങ്ങി അവരെ നടക്കിയിരിക്കുന്നത്. എനിക്കുണ്ടോ ഒരെണ്ണം. അതിനെയും കൊണ്ട് ഞാൻ ഏതെങ്കിലും തട്ടുകടയിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തട്ടുകട അവന് സ്വന്തമായിരിക്കും. ആ കടയിലേക്ക് പിന്നെ ആർക്കും എൻട്രി ഉണ്ടാവില്ല. ബ്ലോക്ക് വരാതെ രക്ഷപ്പെട്ട് എത്രയും പെട്ടെന്ന് മലയാളിക്കടയിൽ നിന്ന് ഫുഡ് മേടിച്ച് താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടത്. എൻ്റെ പൊന്നോ, വിനായക ചതുർത്ഥിയുടെ സ്റ്റാർട്ടിംഗ് ആണത്രേ. ഇനി അങ്ങോട്ടേക്ക് അവർക്ക് ഉറക്കമില്ലാ രാത്രികളായിരിക്കും. വെനസ്ഡേ വരെ അവർക്ക് ഈ ഒരു പരിപാടി അവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ റോഡ് കാര്യങ്ങളെല്ലാം നല്ല ബ്ലോക്ക് ആയിരുന്നു. എന്തായാലും ഈ ഒരാഴ്ച നല്ല പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഓരോരോ സ്ട്രീറ്റിൽ ഓരോരോ റാലി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി വിനായക ചതുർത്ഥിയുടെ അന്ന് എന്താണാവോ തമ്പുരാനറിയാം.